ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഏതൊരു ബിസിനസ്സും ബ്രേക്ക് ഇവൻ ആവുക, അതിന്റെ മുകളിൽ സേഫ്റ്റിയോ മാർജിനിലോട്ട് എത്തുക എന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കും. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട റേഷ്യോ അനാലിസിസ് ഉണ്ട് ബിസിനസ്സിലൊക്കെ സാധാരണയായിട്ട് ചെയ്യുന്ന ഒരു സംഭവം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് CVP അനാലിസിസ്, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. സെയിൽസിലൊക്കെ നിൽക്കുന്ന ടാർഗറ്റഡ് ക്വാണ്ടിറ്റി, ടാർഗറ്റഡ് സെയിൽസ് വോളിയം, അതൊക്കെ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി വിറ്റാലാണ് ബ്രേക്ക് ഇവൻ ആവുക എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് CVP അനാലിസിസ് നമ്മൾ ചെയ്യുക. ഇതിന്റെ മറ്റൊരു പേരാണ് ബ്രേക്ക് ഇവൻ അനാലിസിസ് എന്ന്. അപ്പോൾ ഇതിന്റെ ഒരു ഈസി അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഐ വിൽ ഷോ വൺ ചാർട്ട്. ഇതൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ചാർട്ടാണ്. ഇതൊരു പൈപ്പ് ലൈൻ ആണ്, ഒരു റവന്യൂ പൈപ്പ് ലൈൻ ആണ്. ഒരു റവന്യൂ എങ്ങനെയാണ് പ്രോഫിറ്റ് ആയിട്ട് കൺവേർട്ട് ആവുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു $100 സെയിൽസ് റവന്യൂ ആയിട്ട് വന്നു. ആ സെയിൽസ് റവന്യൂവിൽ ഒരു $60 അതിന്റെ പർച്ചേസിംഗ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് ആണെങ്കിൽ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് $40 കിട്ടും. ഈ $40 എന്ന് പറഞ്ഞാൽ അതിന്റെ കോൺട്രിബ്യൂഷൻ മാർജിൻ എന്ന് പറയും. വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് കോൺട്രിബ്യൂഷൻ മാർജിൻ. ഈ കോൺട്രിബ്യൂഷൻ മാർജിൻ വന്ന് വീഴുന്നത് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ടാങ്കിലേക്കാണ്. $1000 ആണ് ഇവിടുത്തെ ഫിക്സഡ് കോസ്റ്റ് എങ്കിൽ 1000 ഫിക്സഡ് കോസ്റ്റ് 1000 റെന്റും മറ്റുള്ള ഫിക്സഡ് കോസ്റ്റ് കവറായി കിട്ടണമെങ്കിൽ 1000 ഡിവൈഡഡ് ബൈ 40, 25. അപ്പൊ 25 പ്രൊഡക്റ്റ് വിറ്റാലേ ഈ 1000 കവറായി കിട്ടുള്ളൂ. 40 വന്ന് വീണ്. അപ്പൊ 25 ഈ ഒരു ഉദാഹരണത്തിൽ ബ്രേക്ക് ഇവൻ ക്വാണ്ടിറ്റി. 26ാമത്തെ പ്രൊഡക്റ്റ് വിൽക്കുന്നതോടുകൂടെ അത് വീണ്ടും ആ പൈപ്പ് ലൈനിലൂടെ ആ 26ാമത്തെ പ്രൊഡക്റ്റിന്റെ $40 വന്ന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ വീഴും. ഇവിടുന്ന് അങ്ങോട്ട് സേഫ്റ്റി ഓഫ് മാർജിൻ ആരംഭിക്കുകയാണ്. അപ്പൊ സേഫ്റ്റി ഓഫ് മാർജിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ബ്രേക്ക് ഇവന് ശേഷം വരുന്ന ക്വാണ്ടിറ്റിയാണ്, സെയിൽസ് ക്വാണ്ടിറ്റിയാണ്. അപ്പൊ അത് പരമാവധി ഉയർത്തുക എന്നുള്ളതാണ് ഏതൊരു സ്ഥാപനത്തിന്റെയും മുന്നിലുള്ള ഒരു വലിയ കാര്യം. അത് സേഫ്റ്റി ഓഫ് മാർജിൻ എത്രത്തോളം ഉയർന്നു നിൽക്കുന്നുവോ അത്രത്തോളം റിസ്ക് കുറവാണ്. കാരണം ബ്രേക്ക് ഇവന്റെ താഴോട്ട് ആ സ്ഥാപനം പോകാൻ സാധ്യത ഇല്ല എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ സെയിൽസ് ക്വാണ്ടിറ്റി കണ്ടെത്തുക, ഒരു ബ്രേക്ക് ഇവൻ ക്വാണ്ടിറ്റി കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ മാർജിൻ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഒരു ബ്രേക്ക് ഇവൻ ക്വാണ്ടിറ്റി കിട്ടും. ഇനി നമ്മൾ ഒരു സെയിൽസ് ടാർഗറ്റ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാം? സെയിൽസ് ടാർഗറ്റ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സെയിൽസ് ടാർഗറ്റ് റവന്യൂ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ഫിക്സഡ് കോസ്റ്റിനോടൊപ്പം എത്ര രൂപ നമ്മൾ എക്സ്പെക്ടഡ് പ്രോഫിറ്റ് ആയി പ്രതീക്ഷിക്കുന്നുവോ അതും ആഡ് ചെയ്ത് അതിനെ നമ്മൾ എന്ത് ചെയ്യുക? കോൺട്രിബ്യൂഷൻ മാർജിൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ടാർഗറ്റഡ് ക്വാണ്ടിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എല്ലാം ഡിസിഷൻ മേക്കിങ്ങും ബേസ്ഡ് ഓൺ ഈ ഒരു അനാലിസിസും ഈ റേഷ്യോയിലൂടെയാണ് പോകുന്നത്. അപ്പൊ ഇതൊരു ബേസിക് ഇൻഫർമേഷൻ ആണ്. ഇതിനെ തന്നെ ഈ റേഷ്യോ അനാലിസിസിന് ഒരുപാട് അസംഷൻസും കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒരു വലിയ വിഷയമാണ്. അറ്റ്ലീസ്റ്റ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കി വെക്കണം.